ചാലക്കുടി നഗരത്തിലെ ജനവാസ കേന്ദ്രത്തിൽ കുരങ്ങിന്റെ ആക്രമണത്തിൽ 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. ചാലക്കുടി പുഴയോരം കേന്ദ്രീകരിച്ച് കുരങ്ങുകൾ തമ്പടിക്കുന്നത് നാട്ടുകാർക്ക് ഭീഷണിയാവുന്നു. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ നടവരമ്പ് സ്കൂൾ മുതൽ ഇരിങ്ങാലക്കുട ചന്തക്കുന്ന് വരെയുള്ള റോഡ് കോൺക്രീറ്റിംഗ് പാതയിൽ നിർത്തിയതായി ആക്ഷേപം. ഫെബ്രുവരി അവസാനത്തോടെ എല്ലാ ജോലികളും പൂർത്തിയാക്കുമെന്ന് KSTP. കുഴൂർ തെക്കൻ താണശ്ശേരി കള്ളിയാട് റോഡ് നിർമ്മാണ പ്രവർത്തികൾ വീണ്ടും നിലച്ചു. 4 വർഷമായി പൊടിശല്യം മൂലം നാട്ടുകാർ ദുരിതത്തിൽ കഴിയുന്നതിനിടയിലാണ് ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ ടാറിംഗ് തുടങ്ങിയത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ചാലക്കുടി നഗരത്തിലെ ജനവാസ കേന്ദ്രത്തിൽ കുരങ്ങിന്റെ ആക്രമണത്തിൽ 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. വെട്ടുകടവ് പാലത്തിന് സമീപത്തെ പുഴയോരം സ്ട്രീറ്റിൽ ചിറയത്ത് മുണ്ടൻമാണി അഗസ്തിയുടെ ഭാര്യ 75 വയസ്സുള്ള മോളി, പരിയാരം കുറ്റിക്കാട് മണിയാടൻ വീട്ടിൽ കുട്ടപ്പന്റെ ഭാര്യ 56 വയസ്സുള്ള ഗിരിജ എന്നിവർക്കാണ് പരിക്കേറ്റത്. ചാലക്കുടി പുഴയോരം കേന്ദ്രീകരിച്ച് കുരങ്ങുകൾ തമ്പടിക്കുന്നത് നാട്ടുകാർക്ക് ഭീഷണിയാവുകയാണ്. ശനിയാഴ്ച രാവിലെ 9:30-ക്കായിരുന്നു കുരങ്ങിന്റെ ആദ്യത്തെ ആക്രമണം. വീട്ടുപറമ്പിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന മോളിയുടെ പിൻഭാഗത്ത് ചാടിക്കയറിയ കുരങ്ങ് മുതുകിൽ മാരകമായി മാന്തി പരിക്കേൽപ്പിച്ചു. വീടിന്റെ മുറ്റത്ത് നിന്ന് ഞാൻ ചെടികളൊക്കെ നനയ്ക്കായിരുന്നു. പെട്ടെന്ന് എന്താണ് ഒരു സാധനം പുറത്ത് കിടന്ന് മാന്തനെ വെച്ച് കഴിഞ്ഞാൽ കൈ കൊണ്ട് ഇങ്ങനെ കുറെ നേരം തട്ടി. അപ്പോഴും ഇത് ശക്തിയായിട്ടിട്ട് മാന്തി എന്റെ തൊടയുടെ അവിടെ പൊട്ടി, നൈറ്റി ആകെ കീറി പൊളിച്ചു. എല്ലാ ഇതുകളും ഇതായി. ഞാൻ ബ്ലൗസ് മാത്രമായി, ബാക്കി എല്ലാ സാധനം കീറി പൊളിച്ചു കളഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ മോനെ വിളിച്ചു പറഞ്ഞു, മോനെ എന്നെ പാവം അത് വിചാരിച്ച് പട്ടിയെന്നാ സാധനം. അവിടുന്ന് ഇഷ്ടം പോലെ കുരങ്ങോളും മതിലുമ്പോ കിടന്ന് നടക്കാറുണ്ട്, നമ്മളിത് ശ്രദ്ധിക്കാറില്ല. 1 മിനിറ്റോളം ആക്രമിച്ച കുരങ്ങ് പിന്നീട് ഓടിപ്പോവുകയായിരുന്നു. തുടർന്ന് 11 മണിയോടെയാണ് ഇതേ കുരങ്ങ് 400 മീറ്റർ അകലെയുള്ള തോട്ടാൻ ജോർജിന്റെ വീട്ടുപറമ്പിൽ എത്തിയത്. പറമ്പിൽ പണിയെടുത്തു നിന്ന ഗിരിജയുടെ കാലിലായിരുന്നു കുരങ്ങിന്റെ ആക്രമണം. ഇരുവരെയും ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ചികിത്സ നൽകി. കുമ്പിട്ട് നിന്നേ പുല്ല് പറിക്കായിരുന്നു. പക്ഷെ പുറത്തു വന്ന് ഇങ്ങനെ വീണപ്പോ ഞാൻ എന്തിട്ടാണോന്ന് ചോദിച്ചു പെട്ടെന്ന്. പക്ഷെ ഞാൻ കുറെ ചാടി അത് വിട്ടുപോയി. കൊറേ ചേട്ടൻ പറമ്പിൽ വരാറുണ്ടെന്ന് പറഞ്ഞ ഞാൻ കണ്ടിട്ടില്ല. കൊറേ ചേട്ടൻ ചാടി ഞാൻ, അപ്പോഴേക്കും അത് വിട്ടുപോയി. പേവിഷബാധ പ്രതിരോധ മരുന്നാണ് ഇരുവർക്കും കുത്തിവെച്ചത്. വിവരമറിഞ്ഞ വനംവകുപ്പിന്റെ ചാലക്കുടി മൊബൈൽ സ്ക്വാഡിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി പരിസരത്ത് പരിശോധന നടത്തി. വന്യജീവി ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവർക്കുള്ള നഷ്ടപരിഹാരം ഇരുവർക്കും നൽകുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ചാലക്കുടി പുഴയോരം കേന്ദ്രീകരിച്ച് കുരങ്ങുകൾ തമ്പടിക്കുന്നത് നാട്ടുകാർക്ക് ഭീഷണിയാവുകയാണ്. മീഡിയ ടൈം, ചാലക്കുടി. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ നടവരമ്പ് സ്കൂൾ മുതൽ ഇരിങ്ങാലക്കുട ചന്തക്കുന്ന് വരെയുള്ള റോഡ് കോൺക്രീറ്റിംഗ് പാതയിൽ നിർത്തിയതായി ആക്ഷേപം. 3 മാസമായി കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്ന ബസ്സുകൾ വെള്ളാങ്കല്ലൂരിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് അരിപ്പാലം ചേലൂർ വഴി 7 കിലോമീറ്റർ അധികം സഞ്ചരിച്ചാണ് സർവീസ് നടത്തുന്നത്. ഫെബ്രുവരി അവസാനത്തോടെ എല്ലാ ജോലികളും പൂർത്തിയാക്കുമെന്നാണ് KSTP പറയുന്നത്. 3 മാസമായി നടവരമ്പ് സ്കൂൾ മുതൽ ചന്തക്കുന്ന് വരെയുള്ള റോഡ് പണി ആരംഭിച്ചിട്ട്. റോഡിന്റെ ഒരു ഭാഗം കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കി മറുവശത്തെ റോഡ് ലെവൽ ചെയ്തിട്ടുണ്ടെങ്കിലും കോൺക്രീറ്റ് ഇടാൻ വൈകുകയാണ്. 2 ആഴ്ചയായി ഒരു പണിയും ഈ ഭാഗത്ത് നടക്കുന്നില്ലെന്ന് പരാതിയുണ്ട്. പൂതംകുളം ചന്തക്കുന്ന് 4-വരിപ്പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ റോഡിൽ പണി നിർത്തിവെച്ചിരിക്കുന്നതെന്ന് ബസ് ഉടമകൾ കുറ്റപ്പെടുത്തി. ഇരിങ്ങാലക്കുട ഠാണ ചന്തക്കുന്ന് റോഡിൽ വളരെ വേഗത്തിലാണ് കോൺക്രീറ്റിംഗ് നടക്കുന്നത്. ഇവിടെ സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണ് റോഡ് വികസനം നടപ്പാക്കുന്നത്. 3 മാസമായി കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്ന ബസ്സുകൾ വെള്ളാങ്കല്ലൂരിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് അരിപ്പാലം ചേലൂർ വഴി 7 കിലോമീറ്റർ അധികം സഞ്ചരിച്ചാണ് സർവീസ് നടത്തുന്നത്. നടവരമ്പ് മുതൽ ചന്തക്കുന്ന് വരെയുള്ള ഭാഗം കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കിയാൽ ബസ്സുകൾ ചുറ്റിവളയുന്നത് ഒഴിവാക്കാൻ കഴിയും. ഇതിനെക്കുറിച്ച് KSTP ഉദ്യോഗസ്ഥരെയും കമ്പനിയെയും മന്ത്രിയെയും അറിയിച്ചിട്ടുണ്ടെങ്കിലും റോഡ് പണി പുനരാരംഭിച്ചിട്ടില്ല. ഫെബ്രുവരി അവസാനത്തോടെ എല്ലാ ജോലികളും പൂർത്തിയാക്കുമെന്നാണ് KSTP പറയുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ സംശയമുണ്ടെന്നും പണി എത്രയും വേഗം പുനരാരംഭിച്ചില്ലെങ്കിൽ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുന്നതടക്കമുള്ള സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ബസ് ഉടമസ്ഥ കോർഡിനേഷൻ കമ്മിറ്റിയും അറിയിച്ചു. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ. കുഴൂർ തെക്കൻ താണശ്ശേരി കള്ളിയാട് റോഡ് നിർമ്മാണ പ്രവർത്തികൾ വീണ്ടും നിലച്ചു.
കരാറുകാരന് പണം കിട്ടാത്തതാണ് റോഡിന്റെ ടാറിടൽ അവതാളത്തിലാകാൻ കാരണമായിരിക്കുന്നത്. 4 വർഷമായി പൊടിശല്യം മൂലം നാട്ടുകാർ ദുരിതത്തിൽ കഴിയുന്നതിനിടയിലാണ് ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ ടാറിംഗ് തുടങ്ങിയത്. കുഴൂർ തെക്കൻ താണിശ്ശേരി മുതൽ ഐരാണിക്കുളം വരെയുള്ള ടാറിടൽ നടത്തിയ ശേഷം കരാറുകാരൻ പണി നിർത്തിയിരിക്കുകയാണ്. ഇതുവരെയുള്ള ബില്ലിൽ 45 ലക്ഷത്തോളം രൂപ കിട്ടാനുണ്ടെന്ന് കരാറുകാരൻ പറഞ്ഞു. 1 കിലോമീറ്ററോളം ടാറിടൽ നടത്തിയ ശേഷമാണ് പണി നിർത്തിയത്. ടാറിടൽ തുടങ്ങിയപ്പോൾ നാട്ടുകാർ പ്രതീക്ഷിച്ചത് റോഡ് പുനർനിർമ്മാണം പൂർത്തിയാകുമെന്നായിരുന്നു. ശേഷിക്കുന്ന ഭാഗം ഇനി എന്ന് ടാറിടുമെന്ന കാര്യത്തിൽ നിശ്ചയമില്ലാത്ത അവസ്ഥയിലാണ്. താണിശ്ശേരി കള്ളിയാട് റോഡ് പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന പദ്ധതിയിൽ 2022 ഏപ്രിൽ 13-നാണ് പുനർനിർമ്മാണം നടത്തിയത്. 3.86 കിലോമീറ്റർ മാത്രം ദൂരമുള്ള റോഡിന്റെ നിർമ്മാണം ഒച്ചിന്റെ വേഗത്തിൽ പോലും നീങ്ങിയില്ല. ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഈ റോഡിന്റെ നിർമ്മാണം കേന്ദ്ര പദ്ധതിയിലാണ് നടത്തുന്നത്. 207.64 ലക്ഷം രൂപയാണ് നിർമ്മാണത്തിന്റെ ആദ്യ കരാർ. കൂടാതെ 18.69 ലക്ഷം രൂപ 5 വർഷത്തേക്കുള്ള അറ്റകുറ്റപ്പണികൾക്കുണ്ട്. എന്നാൽ ആദ്യ കരാറുകാരൻ പണി ഉപേക്ഷിച്ചു പോയതിനെ തുടർന്നാണ് ശേഷിക്കുന്നത് പൂർത്തിയാക്കാൻ മറ്റൊരു കരാറുകാരന് നൽകിയത്. ഫണ്ട് ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞാണ് ഇപ്പോൾ കരാറുകാരൻ പണികളിൽ മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ചത്. ജനപ്രതിനിധികളും നേതാക്കളും ഉദ്യോഗസ്ഥരും നൽകിയ ഉറപ്പുകൾ പാലിക്കാതെ വന്നപ്പോൾ വർഷങ്ങളായി പൊടി തിന്നു ജീവിക്കേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. മീഡിയ ടൈം, മാള. മാളയിലെ ഗാന്ധി ശിഷ്യന്മാർ ഗാന്ധിയെ വീണ്ടും കൊല്ലുന്നോ എന്ന മുദ്രാവാക്യവുമായി കോൺഗ്രസിനെതിരെ ആക്രമണം കടുപ്പിക്കാൻ ഇടതുമുന്നണി. മാള പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് BJP കൂട്ടുകെട്ടുണ്ടെന്ന പ്രചാരണത്തിന് ഊന്നൽ കൊടുക്കാനാണ് LDF ഒരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി ഫെബ്രുവരി 20-ന് മാളയിൽ മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കും. മാള ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ UDF NDA സഖ്യം ഉണ്ടായതിൽ രാഷ്ട്രീയ നേട്ടം കൊയ്യാനാണ് ഇടതുമുന്നണി തീരുമാനം. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മാള ഗ്രാമപഞ്ചായത്തിൽ LDF-ന് 9 സീറ്റും UDF-ന് 8 സീറ്റും BJP-ക്ക് 4 സീറ്റുമാണ് ലഭിച്ചത്. ആർക്കും കേവല ഭൂരിപക്ഷം ഇല്ലാതിരുന്നതിനാൽ കൂടുതൽ സീറ്റ് ലഭിച്ച LDF പ്രതിനിധികളാണ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. തുടർന്ന് നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ LDF-നെ പരാജയപ്പെടുത്തുന്നതിനായി UDF BJP മെമ്പർമാർ പരസ്പരം കൈകോർക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി വനിതാ സംവരണ വിഭാഗം തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിക്ക് 9 വോട്ട് ലഭിച്ചപ്പോൾ 8 അംഗങ്ങളുള്ള കോൺഗ്രസിന് 11 വോട്ടാണ് ലഭിച്ചത്. 1 വോട്ട് അസാധുവായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വനിതാ വിഭാഗത്തിൽ 4 അംഗങ്ങളുള്ള BJP-ക്ക് 10 വോട്ട് ലഭിച്ചു. ഇക്കാര്യം രാഷ്ട്രീയ വിഷയമായി ഉയർത്തി ഫെബ്രുവരി 17-ന് വിവിധ കേന്ദ്രങ്ങളിൽ മതനിരപേക്ഷ സദസ്സ് സംഘടിപ്പിക്കുമെന്ന് LDF നേതാക്കൾ മാളയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വനിതാ വിഭാഗത്തിൽ 4 അംഗങ്ങളുള്ള BJP-ക്ക് 10 വോട്ട് ലഭിച്ചു. 8 അംഗങ്ങളുള്ള UDF-ന് ലഭിച്ചത് 2 വോട്ട് മാത്രം. വളർന്നവഴിയിലൂടെ നേടിയ ഭൂരിപക്ഷത്തിലൂടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ കോൺഗ്രസും BJP-യും പങ്കിട്ടെടുക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. BJP-യുടെ വോട്ട് വാങ്ങുന്നതിനും തിരിച്ച് BJP-ക്ക് വോട്ട് ചെയ്യുന്നതിനും ഗാന്ധി ശിഷ്യർക്ക് ഒരു മടിയും ഉണ്ടായില്ല എന്നത് അപകടകരമാണ്, പ്രതിഷേധാർഹവുമാണ്. ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ ഫെബ്രുവരി 20-ന് മാളയിൽ ബഹുജന മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നതിന് LDF പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. മനുഷ്യച്ചങ്ങലയോടൊപ്പമുള്ള പൊതുയോഗം DYFI സംസ്ഥാന പ്രസിഡന്റ് സഖാവ് V വസീഫ് ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഈ പൊതുയോഗത്തിൽ അധ്യക്ഷത വഹിക്കും. മനുഷ്യച്ചങ്ങലയ്ക്ക് മുന്നോടിയായി ഫെബ്രുവരി 17-ന് വാർഡുകേന്ദ്രങ്ങളിൽ മതനിരപേക്ഷ സദസ്സ് നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 20-ന് 4 മണിക്ക് മാള ടൗണിൽ മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കും. DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് ഉദ്ഘാടനം ചെയ്യും. പത്രസമ്മേളനത്തിൽ KV ഡേവിസ്, സുഖിത് രവി, ബിനിൽ പ്രതാപൻ, ഷിഫി കളപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു. മീഡിയ ടൈം, മാള. BPL വിഭാഗക്കാർക്ക് RTI വിവരങ്ങൾ ഇനി പൂർണ്ണമായും സൗജന്യം. 20 പേജിന് മുകളിലുള്ള വിവരങ്ങൾക്ക് ഫീസ് ഈടാക്കാമെന്ന സംസ്ഥാന ചട്ടം റദ്ദാക്കി നിർണായക വിധിയുമായി കേരള ഹൈക്കോടതി. എറണാകുളം സ്വദേശിയായ നിഷാദ് ശോഭനൻ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഉത്തരവ്. വിവരാവകാശ നിയമപ്രകാരം BPL വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകർക്ക് ആവശ്യപ്പെടുന്ന വിവരങ്ങൾ എത്ര പേജായാലും സൗജന്യമായി നൽകണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. എറണാകുളം സ്വദേശിയും RTI പ്രവർത്തകനുമായ നിഷാദ് ശോഭനൻ സമർപ്പിച്ച ഹർജിയിലാണ് ഈ നിർണായക വിധി. സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടപ്പോൾ 20 പേജിന് മുകളിലുള്ള രേഖകൾക്ക് ഫീസ് അടയ്ക്കണമെന്ന് അധികൃതർ അറിയിച്ചതിനെ തുടർന്നാണ് ഹർജി സമർപ്പിച്ചത്.
കേരള RTI ചട്ടങ്ങളിലെ റൂൾ 4.4 പ്രകാരം BPL വിഭാഗക്കാർക്ക് ഫീസ് ഒഴിവാക്കിയിരുന്നുവെങ്കിലും 2015 ചേർത്ത പ്രൊവൈസോ പ്രകാരം 20 പേജുകൾക്ക് മുകളിലുള്ള വിവരങ്ങൾക്ക് ഫീസ് ഈടാക്കാമെന്ന വ്യവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ വിവരാവകാശ നിയമത്തിന്റെ സെക്ഷൻ 7/5 വ്യക്തമായി BPL വിഭാഗക്കാർക്ക് യാതൊരു ഫീസും ഈടാക്കരുത് എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ചട്ടം മുഖ്യ നിയമത്തോട് നേരിട്ട് വിരുദ്ധമാണെന്ന് ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസ് അധ്യക്ഷനായ ബെഞ്ച് കോടതി നിരീക്ഷിച്ചു. നിയമം നൽകിയ അവകാശം ഭരണസൗകര്യത്തിന്റെ പേരിൽ ചുരുക്കാൻ കഴിയില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. BPL ആനുകൂല്യം ദുരുപയോഗം ചെയ്യുന്നുവെന്ന സർക്കാരിന്റെ വാദം പരിഗണിച്ചെങ്കിലും അത് നിയമപരമായ അവകാശം ഇല്ലാതാക്കാനുള്ള കാരണമാവാൻ പാടില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഇതോടെ 20 പേജിന്റെ പരിധി ഏർപ്പെടുത്തിയ പ്രൊവൈസോ നിയമവിരുദ്ധമാണെന്നും അത് റദ്ദാക്കുന്നതായും കോടതി പ്രഖ്യാപിച്ചു. ഈ വിധിയോടെ സംസ്ഥാനത്ത് BPL വിഭാഗക്കാർക്ക് ഇനി RTI അപേക്ഷകളിലൂടെ ആവശ്യപ്പെടുന്ന എല്ലാ വിവരങ്ങളും പൂർണ്ണമായും സൗജന്യമായി ലഭ്യമാകും. വിവരാവകാശ നിയമത്തിന്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്ന വിധിയെന്ന വിലയിരുത്തലാണ് നിയമവൃത്തങ്ങളിൽ നിന്ന് ഉയരുന്നത്. മീഡിയ ടൈം, കൊച്ചി. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മാള കോട്ടയ്ക്കൽ സെന്റ് തെരാസസ് കോളേജിൽ സുവർണ ജൂബിലി സമാപനാഘോഷം നടന്നു. ഫാദർ ജേക്കബ് ഞെരിഞ്ഞാമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. മെയ് മാസം ഫാദർ പ്രൊവിൻഷ്യൽ കെയിം ടു ക്രൈസ്റ്റ് കോളേജിൽ വന്നിട്ട് പറഞ്ഞത് ഇതാണ്: സെന്റ് തെരേസസ് കോളേജ് പൂട്ടണമോ വേണ്ടയോ? 24 അച്ഛന്മാരുടെ മുന്നിൽ വെച്ച് ചോദിച്ച ചോദ്യമാണ്. ഒരുപക്ഷെ നിങ്ങൾ ഇനി ഇത് കേൾക്കാൻ പോകുന്നില്ല. ഈ കോളേജ് പൂട്ടുവാനുള്ള തീരുമാനവുമായിട്ടാണ് ക്രൈസ്റ്റ് കോളേജിലേക്ക് അച്ഛന്മാര് വന്നത്. കാരണം അതിൻ്റെ മുന്നത്തെ കൊല്ലം 46 കുഞ്ഞുമക്കളാണ് ഇവിടെ വന്നിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ കലാലയത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞത് 46 കുട്ടികൾ. അതുകൊണ്ട് തന്നെ അച്ഛന്മാർ പറഞ്ഞു, ഇത് പൂട്ടണമോ വേണ്ടേ? പലരും പലതും പറഞ്ഞിട്ട് ഏറ്റവും അവസാനം പ്രൊവിൻഷ്യാലച്ഛൻ എൻ്റെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, അച്ചോ, ഫാദർ വിൽസൺ, ഇപ്പോൾ ക്രൈസ്റ്റ് കോളേജിൻ്റെ സെൽഫ് ഫിനാൻസിങ് ഡയറക്ടറായിട്ട് താങ്കൾ സേവനമനുഷ്ഠിക്കുന്നു. ഞാൻ വന്നപ്പോൾ അവിടെ 2500 കുട്ടികളായിരുന്നു. അത് 3500-മായി ഒത്തിരിയേറെ മുന്നോട്ട് നീങ്ങുന്നു. വിൽസൺ തറയിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ MP ആന്റണി, ഡോക്ടർ അൽഫോൺസ് ലിഗോരി, KP ആന്റണി, ഡേവിസ് കാച്ചപ്പള്ളി എന്നിവർ സംസാരിച്ചു. മുൻ മാനേജർമാർ, പ്രിൻസിപ്പൽമാർ, അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരും സംബന്ധിച്ചു. ആയിരങ്ങൾ പിതൃമോക്ഷ പുണ്യം തേടിയെത്തുന്ന അന്നമനട ക്ഷേത്ര ആറാട്ടുകടവിൽ ശിവരാത്രി ആഘോഷങ്ങൾക്ക് വിപുലമായ ഒരുക്കം. മണപ്പുറത്ത് ബലിതർപ്പണത്തിന് സ്റ്റാളുകളും താൽക്കാലിക ക്ഷേത്രവും ഒരുക്കിയിട്ടുണ്ട്. ഞായറാഴ്ച വൈകിട്ട് അന്നമനട മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് മണപ്പുറത്തെ താൽക്കാലിക ക്ഷേത്രത്തിലേക്കുള്ള ദീപം കൈമാറും. തുടർന്ന് അന്നമനട മുരളീധരന്മാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തോടെ ഘോഷയാത്ര നടക്കുമെന്ന് ശിവരാത്രി ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് K. ദിനേശ് കുമാർ അറിയിച്ചു. ഏകദേശം 10-ലധികം ശാന്തിക്കാർ നമ്മൾ ബലിതർപ്പണത്തിനായിട്ട് നമ്മളിവിടെ സൗകര്യം ഒരുക്കുന്നുണ്ട്. വൈകിട്ട് നമ്മൾ നാളെ അന്നമനട മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് വൈകിട്ട് താൽക്കാലിക നമ്മുടെ മണപ്പുറത്തേക്ക് ഷെഡിലേക്ക് 6:00 അന്നമനട മുരളീധരന്മാരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യത്തോടുകൂടിയാണ് ഈ ശിവരാത്രി ആഘോഷം തുടക്കം കുറിക്കുന്നത്. അവിടെ നിന്ന് അതിൻ്റെ അകമ്പടിയോടുകൂടി ഈ മണപ്പുറത്ത് വരികയും ഇവിടെ പറനിറച്ച് ഭദ്രദീപം തെളിയിച്ചുകൊണ്ടാണ് ഈ ശിവരാത്രി ആഘോഷം എല്ലാ വർഷവും തുടക്കം കുറിക്കുന്നത്. തുടർന്ന് 6:30 മുതൽ വ്യത്യസ്തമായ വിവിധ ഇനം കലാപരിപാടികളാണ് നമ്മളിവിടെ ശിവരാത്രി ആഘോഷ കമ്മിറ്റി ഒരുക്കിയിട്ടുള്ളത്. രാത്രി 7:30 മഹതി സ്കൂൾ ഓഫ് ഡാൻസ് അവതരിപ്പിക്കുന്ന ശിവധ്വനി, അതിനുശേഷം ടീം കൊമ്പത്തിടവ് കാവിലമ്മ അവതരിപ്പിക്കുന്ന വീരനാട്യം, രാത്രി 9:30 മ്യൂസിക്കൽ ടാലൻറ്റ് ഷോ, പ്രശസ്ത സിനിമ TV താരങ്ങളായ കോബ്ര രാജേഷ്, നോബിൾ മാള നയിക്കുന്ന, അങ്ങനെ നിരവധി ഏകദേശം ഒരു 7 മണി മുതൽ 12 മണി വരെ തുടർച്ചയായി നമ്മുടെ കലാപരിപാടികളെല്ലാം തന്നെ ഈ സ്റ്റേജിൽ അരങ്ങേറും. അതുമാതിരി എല്ലാ തരത്തിലുള്ള നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ, ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, ഹരിതകർമ്മസേന, അന്നമനട ഗ്രാമപഞ്ചായത്ത് എല്ലാവരുടെയും സംയുക്തമായിട്ടുള്ള ഒരു സാന്നിധ്യവും സഹകരണവും ശിവരാത്രി കമ്മിറ്റിക്ക് ലഭിക്കുന്നുണ്ട്.
LDF കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ET ടൈസൺ MLA നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് തുടക്കമായി. എടതിരുത്തി കൂട്ടമംഗലത്ത് നിന്ന് ആരംഭിച്ച ജാഥ CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. AV സതീഷ് അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ, CPI മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ്, മുഹമ്മദ് ചാമക്കാല, KB ഹൈദ്രോസ്, KV രാജേഷ്, മാനേജർ TK രമേശ് ബാബു, KK അബീദലി, അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, PM അഹമ്മദ്, KC ശിവരാമൻ, CB അബ്ദുൾ സമദ്, PK ഷാജു, മഞ്ജുള അരുണൻ, ഷീന വിശ്വൻ തുടങ്ങിയവർ പങ്കെടുത്തു. മൺമറഞ്ഞ മാധ്യമപ്രവർത്തകരെ അനുസ്മരിക്കാനായി ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കുന്ന പ്രണാമം 2026 ഫെബ്രുവരി 17 രാവിലെ 11:30 SN ഹാളിൽ നടത്തും. മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനവും അവാർഡ് സമർപ്പണവും നിർവഹിക്കും. പ്രസ് ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമേശ് കുമാർ കുഴിക്കാട്ടിൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ബെന്നി ബെഹന്നാൻ MP മുഖ്യാതിഥിയായിരിക്കും. ചാലക്കുടി പ്രസ് ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമേശ് കുമാർ കുഴിക്കാട്ടിൽ, സെക്രട്ടറി സുനിൽ സരോവരം, പ്രണാമം ചെയർമാൻ CK പോൾ, MS സദാനന്ദൻ, ജെനിൽ ജെയ്സൺ, വിൽസൺ മേച്ചേരി, PA ഫൈസൽ, അക്ഷര ഉണ്ണികൃഷ്ണൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ അക്കാദമിക് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ CM കിഡ്സ് മോഡൽ പരീക്ഷ സംഘടിപ്പിച്ചു. സ്കോളർഷിപ്പ് പരീക്ഷയുടെ പേര് മാറ്റിയാലും മുൻ വർഷങ്ങളിലെ LSS, USS സ്കോളർഷിപ്പ് തുക കുട്ടികൾക്ക് നൽകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 800ഓളം കുട്ടികൾ പരീക്ഷയിൽ പങ്കെടുത്തു. എറണാകുളം ജില്ലാ പഞ്ചായത്ത് മെമ്പർ MA നിത്യ ഉദ്ഘാടനം നിർവഹിച്ചു. KPSTA ഉപജില്ലാ പ്രസിഡന്റ് KM ലിജി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ തൃശൂർ ജില്ലാ പ്രസിഡന്റ് CJ ദാമു, ഉപജില്ലാ സെക്രട്ടറി EA മുഹമ്മദ് അലി, VS സൂരജ്, BJ ജൂലി, PS ഉണ്ണികൃഷ്ണൻ, PR സൈജു, PR ചഞ്ചൽ എന്നിവർ പ്രസംഗിച്ചു. MES അസ്മാബി കോളേജ് അലുമിനി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന തലത്തിൽ നടത്തിയ KU ഇക്ബാൽ സ്മാരക ചെറുകഥാ മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനദാനം നടത്തി. 10,000 രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്ന ഒന്നാം സമ്മാനത്തിന് കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ MA ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് പൊളിറ്റിക്സ് വിദ്യാർത്ഥിയായ അശ്വിൻ ചന്ദ്രനും 5,000 രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്ന രണ്ടാം സമ്മാനത്തിന് പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലെ MA മലയാളം വിദ്യാർത്ഥി S സൈനബയും അർഹരായി. അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ KP സുമേധൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രശസ്ത കഥാകൃത്തും ഗാനരചയിതാവും ദൂരദർശൻ അവതാരകനുമായ UK സുരേഷ് കുമാർ സമ്മാനദാനം നിർവഹിച്ചു. മത്സ്യത്തൊഴിലാളി ക്ഷേമത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി നിരവധി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതായും മന്ത്രി ഡോക്ടർ R ബിന്ദു പറഞ്ഞു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ തൊഴിലാളികളുടെയും അനുബന്ധ മത്സ്യത്തൊഴിലാളികളുടെയും വിരമിക്കൽ ആനുകൂല്യ വിതരണം, ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എന്നിവയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ മുഖ്യാതിഥിയായി. മാലിന്യം നിറഞ്ഞുകിടന്ന ചാലക്കുടി മാർക്കറ്റ് കഴുകി വൃത്തിയാക്കി നഗരസഭ ആരോഗ്യ വിഭാഗം. രാവിലെ മുതൽ ആരംഭിച്ച ശുചീകരണ പ്രവൃത്തികൾ 4 മണിയോടെയാണ് അവസാനിച്ചത്. വെള്ളിയാഴ്ചയിലെ ചന്ത കഴിഞ്ഞ ശേഷമുള്ള മുഴുവൻ മാലിന്യങ്ങളും നീക്കം ചെയ്ത ശേഷം 3 വലിയ ടാങ്ക് വെള്ളം കൊണ്ടുവന്ന് അടിച്ചു കഴുകി വൃത്തിയാക്കുകയായിരുന്നു. ആരോഗ്യ വിഭാഗം സ്ഥിരം സമിതി അധ്യക്ഷ ഷിഫ സന്തോഷിന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് സൂപ്പർവൈസർ ജോൺ ദേവസ്യ, ഉദ്യോഗസ്ഥരായ പ്രസീജ B, ഷാലി വി ദാസ്, അജിത് B, സോനേഷ് PB എന്നിവരും 20ഓളം വരുന്ന ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെയും നേതൃത്വത്തിലാണ് ചാലക്കുടി മാർക്കറ്റ് അടിച്ചു കഴുകി വൃത്തിയാക്കിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി നഗരത്തിലെ ജനവാസ കേന്ദ്രത്തിൽ കുരങ്ങിന്റെ ആക്രമണത്തിൽ 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. ചാലക്കുടി പുഴയോരം കേന്ദ്രീകരിച്ച് കുരങ്ങുകൾ തമ്പടിക്കുന്നത് നാട്ടുകാർക്ക് ഭീഷണിയാവുന്നു.
തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ നടവരമ്പ് സ്കൂൾ മുതൽ ഇരിഞ്ഞാലക്കുട ചന്തക്കുന്ന് വരെയുള്ള റോഡ് കോൺക്രീറ്റിംഗ് പാതയിൽ നിർത്തിയതായി ആക്ഷേപം. ഫെബ്രുവരി അവസാനത്തോടെ എല്ലാ ജോലികളും പൂർത്തിയാക്കുമെന്ന് KSTP. കുഴൂർ തെക്കൻ താണശ്ശേരി കള്ളിയാട് റോഡ് നിർമ്മാണ പ്രവർത്തികൾ വീണ്ടും നിലച്ചു. 4 വർഷമായി പൊടിശല്യം മൂലം നാട്ടുകാർ ദുരിതത്തിൽ കഴിയുന്നതിനിടയിലാണ് ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ ടാറിംഗ് തുടങ്ങിയത്. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.